ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറൽ സി രാജഗോപാലാചാര്യയുടെ പ്രതിമ രാഷ്ട്രപതി ഭവനിൽ അനാച്ഛാദനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. ശബരിമല വിഷയത്തിൽ കേരള നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരളത്തിന്റെ ഏറ്റവും വലിയ മൂലധനം മാനവ വിഭവശേഷിയാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. രാജ്യവികസനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന സമുദ്ര വിഭവശേഷിയിൽ സമ്പന്നമാണ് കേരളമെന്നും കേന്ദ്രമന്ത്രി. കുട്ടികൾക്കുള്ള മികച്ച ചിത്രത്തിനും മികച്ച കുടുംബ ചിത്രത്തിനുമുള്ള ബാഫ്റ്റ പുരസ്കാരം നേടി മണിപ്പൂരി ചലച്ചിത്രം ബുങ്. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ 6 അവാർഡുകൾ സ്വന്തമാക്കി. ഇറാൻ US ആണവ ചർച്ച ഈ മാസം 26-ന് ജനീവയിൽ പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറൽ സി രാജഗോപാലാചാര്യയുടെ പ്രതിമ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ അനാച്ഛാദനം ചെയ്തു. രാജാജി ഉത്സവിന്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു. ബ്രിട്ടീഷ് ശില്പി എഡ്വിൻ ലെറ്റിൻസിന്റെ പ്രതിമയ്ക്ക് പകരമാണ് രാജാജിയുടെ പ്രതിമ സ്ഥാപിച്ചത്. മാർച്ച് 1 വരെ നടക്കുന്ന രാജാജി ഉത്സവിൽ സി രാജഗോപാലാചാര്യയെക്കുറിച്ചുള്ള പ്രദർശനവും നടക്കും. അവയവദാന രംഗത്ത് ഇന്ത്യ വൻ നേട്ടം കൈവരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് അവയവദാനവും ശസ്ത്രക്രിയകളും റെക്കോർഡ് പുരോഗതിയാണ് കൈവരിച്ചിരിക്കുന്നത്. ഹൃദയം, ശ്വാസകോശം, പാൻക്രിയാസ് തുടങ്ങിയ സങ്കീർണമായ ശസ്ത്രക്രിയകളിൽ വൈദഗ്ധ്യം നേടിയതിനു പുറമെ ഇന്ത്യ കൈമാറ്റ ശസ്ത്രക്രിയകളിലും ലോകത്ത് മുൻനിരയിലാണ്. മൻ കി ബാത്തിന്റെ 131-ാം പതിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അവയവദാനത്തിന്റെ പ്രാധാന്യം പരാമർശിച്ചിരുന്നു. 79ാമത് ബാഫ്റ്റ അവാർഡുകളിൽ തിളങ്ങി മണിപ്പൂരി ചലച്ചിത്രം ബുങ്. കുട്ടികൾക്കുള്ള മികച്ച ചലച്ചിത്രത്തിനും മികച്ച കുടുംബ ചിത്രത്തിനുമുള്ള അവാർഡാണ് ബുങ് സ്വന്തമാക്കിയത്. ലക്ഷ്മിപ്രിയ ദേവിയാണ് ചിത്രത്തിന്റെ സംവിധായിക. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ആക്ഷൻ ത്രില്ലർ ചിത്രം മികച്ച ചിത്രത്തിന് ഉൾപ്പെടെ 6 അവാർഡുകൾ സ്വന്തമാക്കി. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറിന്റെ സംവിധായകൻ പോൾ തോമസ് ആൻഡേഴ്സൺ മികച്ച സംവിധായകനുള്ള അവാർഡ് നേടി. റോബർട്ട് അരമായോ മികച്ച നടനായും ജെസി ബക്കീലി മികച്ച നടിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. സ്കിൽ ഇന്ത്യ ഡിജിറ്റൽ ഹബ്ബ് വഴി ഇന്ത്യയുടെ ഡിജിറ്റൽ നൈപുണ്യം ത്വരിതപ്പെടുത്തുന്നതിന് രാജ്യവ്യാപക ക്യാമ്പയിന് തുടക്കമിട്ടതായി കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി. 20-ലധികം ഇന്ത്യൻ ഭാഷകളിൽ വ്യക്തിഗത മാർഗനിർദ്ദേശം, അവസരം എന്നിവ ഉറപ്പാക്കിക്കൊണ്ട് പഠനം, തൊഴിൽ, സംരംഭകത്വം എന്നിവ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന മൊബൈൽ AI പ്ലാറ്റ്ഫോമിനാണ് തുടക്കമിട്ടത്. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരം, സ്വാതന്ത്ര്യം എന്നിവയ്ക്കുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. മെക്സിക്കോയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സുരക്ഷാ നടപടികളും അനുബന്ധ റോഡ് തടസ്സങ്ങളും കുറ്റകൃത്യങ്ങളും കണക്കിലെടുത്ത് രാജ്യത്ത് താമസിക്കുന്ന ഇന്ത്യൻ പൌരന്മാർ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷിത സ്ഥാനങ്ങളിൽ അഭയം തേടണമെന്നും മെക്സിക്കോയിലെ ഇന്ത്യൻ എംബസി. കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും കുറിച്ചുള്ള വിവരങ്ങൾ ഫോണിലൂടെയും സമൂഹമാധ്യമങ്ങളിലൂടെയും അന്വേഷിച്ചറിയാനും എംബസി പൌരന്മാരോട് ആവശ്യപ്പെട്ടു. മുൻ റെയിൽവേ മന്ത്രിയും രാജ്യസഭാ MPയുമായ മുകുൾ റോയ് അന്തരിച്ചു. ഇന്ന് പുലർച്ചെ കൊൽക്കത്തയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 71 വയസ്സായിരുന്നു. തൃണമൂൽ കോൺഗ്രസ് സ്ഥാപക അംഗമായിരുന്നു. മുകുൾ റോയിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചിച്ചു. കേരളത്തിന്റെ ഏറ്റവും വലിയ മൂലധനം മാനവ വിഭവശേഷിയാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. കൊച്ചിയിൽ സ്വകാര്യ മാധ്യമ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദേശ രാജ്യങ്ങളുമായി ദീർഘകാല വ്യാപാര ബന്ധത്തിന്റെ ചരിത്രമാണ് കേരളത്തിനുള്ളതെന്നും രാജ്യത്തിന്റെ വികസനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന സമുദ്ര വിഭവശേഷി സംസ്ഥാനത്ത് ധാരാളമുണ്ടെന്നും ശ്രീ കിരൺ റിജിജു പറഞ്ഞു. The ocean, the Arabian Sea which you see, has a huge potential in terms of resources. When we talk about India's growth, we cannot complete our growth without harnessing in a sustainable manner the resources from the ocean. And also, the greatest capital of Kerala is the human resources. വിഴിഞ്ഞത്ത് 2000 കോടി രൂപയുടെ ബൃഹത്തായ പൊതുമേഖലാ ലോജിസ്റ്റിക്സ് പദ്ധതിയുമായി കേരള സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് ഒപ്പുവച്ചു. നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിലായിരുന്നു ചടങ്ങ്. വിഴിഞ്ഞത്തെ പൂർണ്ണതോതിലുള്ള സാമ്പത്തിക വികസന കേന്ദ്രമാക്കി മാറ്റുകയാണ് ലക്ഷ്യം.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ ആകെ 2,69,53,644 സമ്മതിദായകർ. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയത്. ഏറ്റവും കൂടുതൽ പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ഗുജറാത്തിലാണ്. ലക്ഷദ്വീപിലാണ് ഏറ്റവും കുറവ് വോട്ടർമാർ ഒഴിവാക്കപ്പെട്ടത്. ശബരിമല വിഷയത്തിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വിശദാംശങ്ങളിലേക്ക്. ശബരിമല സ്വർണ്ണ അപഹരണ വിഷയം വീണ്ടും ഉന്നയിച്ചാണ് പ്രതിപക്ഷം ഇന്നും സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയത്. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം സ്പീക്കറുടെ ഡയസിന് മുകളിൽ പ്ലക്കാർഡുകൾ ഉയർത്തി മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധിച്ചു. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നതുൾപ്പെടെയുള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കും വരെ സമരവും നിസ്സഹകരണവും തുടരുമെന്നും കെ ബാബു അറിയിച്ചു. പ്രതിപക്ഷത്തിന്റെ നടപടി രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. പ്രതിപക്ഷവും BJPയും തന്ത്രിയെ മുൻനിർത്തി ഒരുമിച്ച് നിൽക്കുന്നുവെന്ന് മന്ത്രി MB രാജേഷ് ആരോപിച്ചു. അതേസമയം പ്രതിപക്ഷ ബഹളം തുടരുന്നതിനിടെ സ്പീക്കർ ചോദ്യോത്തരവേള ഉൾപ്പെടെയുള്ള മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു. പ്രതിപക്ഷം ബഹളം തുടരുകയും സഭാ നടപടികൾ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോരുകയും ചെയ്തു. തുടർന്ന് സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിയുകയാണെന്ന് സ്പീക്കർ അറിയിച്ചു. സഭയിൽ ബജറ്റ് സമ്മേളനം നാളെയും തുടരും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ BJPയുടെ നേതൃത്വത്തിൽ നാളെ വൈകിട്ട് അയ്യപ്പ ജ്യോതി തെളിയിക്കുമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. യുവതീ പ്രവേശന വിഷയത്തിൽ ഉത്തരം പറയാൻ CPM സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മുതിർന്ന IAS ഉദ്യോഗസ്ഥനും തിരുവനന്തപുരം ജില്ലാ മുൻ കളക്ടറുമായിരുന്ന VV വിജയൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. ICC പുരുഷ T20 ലോകകപ്പിൽ സിംബാബ്വെ ഇന്ന് വെസ്റ്റ് ഇൻഡീസിനെ നേരിടും. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7 മണിക്കാണ് മത്സരം. ഇറാൻ US ആണവ ചർച്ച ഈ മാസം 26-ന് ജനീവയിൽ പുനരാരംഭിക്കും. ടെഹ്റാനിലെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഭിന്നതകൾ നിലനിൽക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ചർച്ച. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരച്ചിയും US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും തമ്മിലാണ് ചർച്ച നടക്കുന്നത്. ഇരു രാജ്യങ്ങളും ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒമാനിലും ജനീവയിലും ഇതിനു മുൻപ് 2 ചർച്ചകൾ നടത്തിയിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 313 പോയിന്റ് ഉയർന്ന് 83,127-ലും നിഫ്റ്റി 85 പോയിന്റ് നേട്ടത്തിൽ 25,657-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി പവന് 1,520 രൂപ ഉയർന്ന് 1,18,320 രൂപയും ഗ്രാമിന് 14,790 രൂപയുമാണ് ഇന്നത്തെ വില. ഒഡീഷ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ അടുത്ത 2 ദിവസങ്ങളിൽ ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഛത്തീസ്ഗഡ്, തെലങ്കാന, വിദർഭ, അസം, മേഘാലയ എന്നിവിടങ്ങളിലും ഇന്ന് ഇടിമിന്നലുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം അടുത്ത 6 ദിവസങ്ങളിൽ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ പരമാവധി താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വ്യാഴാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഹരിത കേരളം ദേശീയ പരിസ്ഥിതി സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. 3 ദിവസത്തെ സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കൃഷി, ഊർജ്ജം, പരിസ്ഥിതി പുനഃസ്ഥാപനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. ISL ഫുട്ബോളിൽ ഇന്ന് മോഹൻ ബഗാൻ ചെന്നൈയിൻ FCയെ നേരിടും. രാത്രി 7:30-ന് കൊൽക്കത്തയിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറൽ C രാജഗോപാലാചാര്യയുടെ പ്രതിമ രാഷ്ട്രപതി ഭവനിൽ അനാച്ഛാദനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. ശബരിമല വിഷയത്തിൽ കേരള നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരളത്തിന്റെ ഏറ്റവും വലിയ മൂലധനം മാനവ വിഭവശേഷിയാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. രാജ്യവികസനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന സമുദ്ര വിഭവശേഷിയിൽ സമ്പന്നമാണ് കേരളമെന്നും കേന്ദ്രമന്ത്രി. കുട്ടികൾക്കുള്ള മികച്ച ചിത്രത്തിനും മികച്ച കുടുംബ ചിത്രത്തിനുമുള്ള ബാഫ്റ്റ പുരസ്കാരം നേടി മണിപ്പൂരി ചലച്ചിത്രം ബൂം. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ 6 അവാർഡുകൾ സ്വന്തമാക്കി. ഇറാൻ US ആണവ ചർച്ച ഈ മാസം 26-ന് ജനീവയിൽ പുനരാരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.